നമസ്കാരം, വെൽക്കം ടു ആ സ്പിരിച്വൽ ജേർണി. ഇന്ന് ഈ വീഡിയോയിൽ എന്താണ് ബെയിലീഫ് റിച്വൽ, ബെയിലീഫ് റിച്വൽ എങ്ങനെ ചെയ്യാം എന്നാണ് കാണിക്കുന്നത്. ബെയിലീഫ് റിച്വലിനെ കൊണ്ടുള്ള ബെനിഫിറ്റ്, നമുക്ക് എന്ത് ഗുണമാണ്, നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് കിട്ടുമെന്നും കൂടിയാണ് പറയുന്നത്. ഇതൊരു ലോ ഓഫ് അട്രാക്ഷൻ പ്രോസസ്സാണ്. നമുക്ക് എന്താണോ ജീവിതത്തിൽ വേണ്ടി, ഇപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്ക് പൈസ, പ്രൊട്ടക്ഷൻ, എവറിത്തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പ്രൊട്ടക്ഷൻ, മണി, എബിഡൻസ്, ബ്ലെസ്സിങ്, ഇതെല്ലാം നമുക്ക് ഈ ഒരു ബെയിലീഫ് റിച്വലിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ മുടങ്ങാണ്ട് ഒരു 21 days ചെയ്താൽ ഇതിൻ്റെ റിസൾട്ട് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പം എല്ലാവർക്കും ആവശ്യമുള്ളതാണ് മണി, പൈസ. ഈ ബെയിലീഫ് റിച്വൽസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താ, നമ്മുടെ മൈൻഡ് എപ്പോഴും വളരെ പോസിറ്റീവ് ആയിരിക്കണം. നോ നെഗറ്റീവ് തോട്ട്സ്, യാതൊരു നെഗറ്റീവ് തോട്ട്സും നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ റിച്വൽ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ എനർജിയാണ് ഈ ബെയിലീഫിലൂടെ യൂണിവേഴ്സിലേക്ക് എത്തിയിട്ട് നമ്മളെ കാര്യം നടത്തിത്തരുന്നത്. സോ ആ മൈൻഡ് ഷുഡ് ബി വെരി പോസിറ്റീവ്. ഒരു ബെയിലീഫ് എടുക്കുക, വി നീഡ് എ പെൻ. അത് ഗ്രീൻ ഇങ്ക് പെന്നാണെങ്കിൽ ദാറ്റ് ഈസ് മോർ ഗുഡ്. ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ഇങ്ക് ഇല്ല എങ്കിൽ കുഴപ്പമില്ല, ബ്ലൂ എടുക്കാം, റെഡ് എടുക്കാം. സോ നമ്മൾ ആവശ്യം ഫസ്റ്റ് ലീഫിനകത്ത് നമുക്ക് എഴുതാം മണി. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ഇത് ബിലീഫ് എഴുതുമ്പം അതിനകത്ത് വരാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഐ ഡോണ്ട് ഹാവ് മണി, ഐ നീഡ് മണി, അങ്ങനെ ഒരു സെൻറ്റൻസ് എഴുതാൻ പാടില്ല. ജസ്റ്റ് യു ക്യാൻ റൈറ്റ് ജസ്റ്റ് മണി, ആ ഒരു വേർഡ് മാത്രം എഴുതാം. അതിൻ്റെ താഴെ ഗ്രാറ്റിറ്റ്യൂഡ്, വി മസ്റ്റ് ബി ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ടു ദ യൂണിവേഴ്സ്. ഇതിൻ്റെ താഴെ വി ഷുഡ് റൈറ്റ് താങ്ക് യു. സോ ബിലീഫ് എടുക്കാം, ഗ്രീൻ ഇങ്ക് പെൻ എടുക്കാം, you just write here money. So we wrote it here money. In the third we should write thank you. Thank you. So ആദ്യത്തെ ബെയിലീഫിൽ നമ്മൾ മണി എഴുതി, we give the gratitude, thank you to the universe. സൈഡിൽ മാറ്റി വെക്കാം. എത്ര ആവശ്യങ്ങളാണോ ഉള്ളത് അത് നമുക്ക് ഓരോ ബെയിലീഫിലും എഴുതാം. Second belief, we can write protection. So we wrote protection. Second leaf, we have protection and gratitude, thank you. Thank you to the universe. In the variant belief, we can write abundance, blessing, beauty, beauty of beautiful. If we want to feel more beautiful, നമുക്ക് എഴുതാം ഡിവൈൻ ബ്യൂട്ടി എഴുതാം. ലൈക്ക് നമ്മൾ എന്താണോ നമുക്ക് ആവശ്യമുള്ളത് ആ ഒരു വേർഡ് ഇൻ പോസിറ്റീവ് വേ നമുക്ക് എഴുതാം. സോ ആഫ്റ്റർ ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം വാട്ട് യു ഹാവ് ടു ഡു ഇസ്, ഫസ്റ്റ് നമ്മൾ എഴുതിയ മണി ലീഫ് എടുത്തു, നമ്മൾ രണ്ട് കൈൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കാം. വെച്ചിട്ട് കണ്ണടച്ചിട്ട് വിത്ത് വെരി പോസിറ്റീവ് തോട്ട് പ്രേ ചെയ്യാം. താങ്ക് യു യൂണിവേഴ്സ് ഫോർ ബ്ലെസ്സിങ് മീ വിത്ത് എവിഡൻസ് മണി. ദൈവമേ നന്ദി, എനിക്ക് എവിഡൻസ് മണി സമ്പത്ത് നൽകിയതിന് കോടി നന്ദി. മലയാളത്തിൽ അങ്ങനെയും പറയാം, ഇംഗ്ലീഷിൽ ഇങ്ങനെയും പറയും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യാം. മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദി, ഏത് ലാംഗ്വേജ് ആണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആ ലാംഗ്വേജ് നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് സംസാരിക്കാം. സോ ഒറ്റൊരു കാര്യത്തിലും ഓൾവേസ് ഇൻ പോസിറ്റീവ് വേ നമ്മൾ ആ ഇൻറ്റൻഷൻ കൊടുത്തു. ഈ ബെയിലീഫ് നമ്മൾ ബേൺ ചെയ്യാൻ പോവാന്ന്. ഇപ്പോൾ ഇത് ബേൺ ചെയ്യുമ്പം ഇതിൽ നമ്മൾ എഴുതിയ ഗ്രാറ്റിറ്റ്യൂഡ് വിത്ത് ദിസ് മണി അഫർമേഷൻ യൂണിവേഴ്സിലേക്ക് എത്തും. യൂണിവേഴ്സിലെത്തിക്കഴിഞ്ഞാൽ യൂണിവേഴ്സ് ഇസ് എബണ്ടൻസ്. സോ യൂണിവേഴ്സ് നമുക്ക് വിത്തിൻ 21 days നമുക്കിതിൻ്റെ മാറ്റം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പറ്റുന്നതായിരിക്കും. സോ ആഫ്റ്റർ ദാറ്റ് യു ഷുഡ് ബേൺ ദിസ്. ബേൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ചെറിയ പ്ലക്കർ പോലത്തെ സാധനം ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് ബേൺ ചെയ്യാം. ഞാനിവിടെ കൈനെ കൊണ്ടാണ് ചെയ്യുന്നത്. സോ ബി വെരി കെയർഫുൾ. ഓക്കെ, സോ ഇറ്റ്സ് ഡൺ. ആൻഡ് സെക്കൻഡ് വി റോട്ട് പ്രൊട്ടക്ഷൻ. സോ രണ്ട് ബെയിലീഫ് രണ്ട് കയ്യിലും വെക്കുക. ഗിവ് ദ ഇൻറ്റൻഷൻ, താങ്ക് യു യൂണിവേഴ്സ് ഫോർ ബ്ലെസ്സിങ് മീ വിത്ത് എബണ്ടൻസ് പ്രൊട്ടക്ഷൻ. താങ്ക് യു. മലയാളത്തിൽ പറയുമെങ്കിൽ നിങ്ങൾക്ക് പറയാം, ദൈവമേ കോടി നന്ദി, എല്ലാ സംരക്ഷണത്തിനും എല്ലാ പ്രൊട്ടക്ഷനും കോടി നന്ദി.
ഇൻറ്റൻഷൻ കൊടുക്കുക, ഇൻറ്റൻഷൻ വെക്കുക, ആൻഡ് യു ക്യാൻ ബേൺ ദിസ്. ഇതാണ് ബേ ലീഫ് റിച്വൽ. ഇറ്റ്സ് വെരി എഫക്റ്റീവ്, വളരെ ഈസി ആയിട്ട് ചെയ്യാം. ബട്ട് ബി വെരി കെയർഫുൾ, ബിക്കോസ് ചെയ്യുമ്പോൾ നമ്മൾ തീ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ ശ്രദ്ധ വെച്ചിട്ട് നിങ്ങൾ ചെയ്യണം. 21 days കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യൂ. ഷുവർ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ കാണാൻ പറ്റുന്നതാണ്. ബേ ലീഫ് നമ്മൾ ബേൺ ചെയ്തു, അതിൻ്റെ എനർജി യൂണിവേഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞു. സോ ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ പുറത്ത് മീൻസ് ബാൽക്കണിയിലോ നല്ല വേസ്റ്റ് ഒന്നും കളയാത്ത നല്ല ഗാർഡനിലോ നമ്മളിത് ബ്ലോ ചെയ്ത് വിട്ടാൽ മതി. ജസ്റ്റ് ഇത് ഊതി അങ്ങ് വിട്ടാൽ മതി, അത്രയും വേണ്ടു. പിന്നെ ബേ ലീഫ് റിച്വൽ ചെയ്യാണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ വേണ്ടത് ബേ ലീഫ്, പെൻ ആൻഡ് എ കാൻഡിൽ. ഈ മൂന്ന് സാധനങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. കാൻഡിൽ വേണം, ബേ ലീഫ് വേണം, പെൻ. ബേ ലീഫ് ഇപ്പം നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കുമെങ്കിൽ അത്ര ഭംഗിയുള്ള ബേ ലീഫൊന്നും നിങ്ങൾക്ക് എല്ലാ പാക്കറ്റിലും കിട്ടത്തില്ല. ചിലപ്പോൾ പൊട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ അതിന് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാവും. അതൊന്നും കുഴപ്പമില്ല. ബേ ലീഫ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അത് അത്ര ഫൈൻ ആൻഡ് നീറ്റ് ഷേപ്പുള്ള ബേ ലീഫിൻ്റെ ആവശ്യമൊന്നുമില്ല. So this is a bay leaf ritual. So thank you so much for watching. Thank you.